അതൊക്കെ കോൺഗ്രസ്സുകാരാണ് തീരുമാനിക്കേണ്ടത്. SNDP ജനറൽ സെക്രട്ടറിക്ക് പൂച്ചക്ക് മുന്നേ നിൽക്കേണ്ടത് എന്താ കാര്യം? അവരുടെ പ്രസിഡൻ്റ് ആകണം, കോൺഗ്രസിൻ്റെ നേതാവ് ആരാകണം, അതല്ലെങ്കിൽ ഭരണത്തിനൊക്കെ ആരാകണമെന്ന് അവർ തീരുമാനിക്കണം. അതെ, അത് എൻ്റെ അഭിപ്രായം പറയണമെന്ന് നിങ്ങൾ നിർബന്ധിച്ചാൽ ഞാൻ പറയാം. അതല്ലാതെ എനിക്ക് കോൺഗ്രസിൻ്റെ ആരാകണം മുഖ്യമന്ത്രി, ആരാകാൻ പാടില്ല. എൻ്റെ അഭിപ്രായം ഇനിയല്ല, മുസ്ലിം ലീഗിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ കുഞ്ഞാലിക്കുട്ടി ആയാൽ എന്താണെന്ന് വെച്ചാൽ അതും കൊള്ളാമെന്നുള്ള അഭിപ്രായമായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവർ ചിലരിപ്പോൾ അടുത്ത ചാനലുകാർ പറയാൻ പോകണമെന്നറിയാമോ, നിങ്ങളിതിനകത്ത് പാര വെക്കുന്ന ആളുകളുണ്ട്, സ്നേഹപ്പാരയും കട്ടാമ്പാരയും വെക്കും. ഇതിൻ്റെ അടുത്ത് SNDP ജനറൽ സെക്രട്ടറിക്ക് ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പറയാൻ എന്ത് അവകാശം എന്നായിരിക്കും ആലോചിക്കും. നിങ്ങൾ ചോദിച്ചിട്ടായിരിക്കുമല്ലോ ഞാൻ പറയണത്. ഞാൻ ചോദിച്ചിട്ടാണ് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾ പറയില്ല. അതല്ലേ, ചിലതെല്ലാം നിങ്ങൾ കട്ട് ചെയ്തിട്ട് എൻ്റെ വിരൽ കട്ട് ചെയ്യാൻ നോക്കരുത്. നിങ്ങൾ പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയാം. അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം, കോൺഗ്രസ്സിൽ നിന്ന് അവരുടെ ഹൈക്കമാൻഡ് തീരുമാനിക്കും ഇവിടുത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന്. കോൺഗ്രസിന് ഹൈക്കമാൻഡ് തീരുമാനിക്കണം. അതിന് വെള്ളാപ്പള്ളി നടേശനോ വേറെ രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു രാഷ്ട്രീയക്കാരനോ ഒരു സമുദായ നേതാവിനോ അതിനകത്ത് യാതൊരു കാര്യവും അവകാശവും ഇല്ലെന്ന് എനിക്ക് വ്യക്തിപരമായി പറയാൻ സാധിക്കുള്ളൂ. എനിക്കറിയില്ല. മൂന്ന് പേര് നടക്കുന്നുണ്ട് ഉണ്ട്. ഇതൊക്കെ ഞാൻ കണ്ടു, നിങ്ങൾ തന്നെ TV കണ്ടിട്ടാണ് ഞാൻ പറയണത്. ഏറ്റവും കൂടുതൽ MLA-മാരുടെ വേണുഗോപാലിന്, ഏറ്റവും കൂടുതൽ ഭരണപരിചയമുള്ളത് രമേശ് ചെന്നിത്തലയ്ക്ക്, പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നല്ലപോലെ പ്രകടനം കാണിച്ചു വെച്ച ആളെന്ന നിലയിൽ ഈ സതീശന് ആകണമെന്നും അതിന് മുസ്ലിം ലീഗിൻ്റെ രഹസ്യ ഒത്താശ ഉണ്ട്. പ്രതിപക്ഷ നേതാവായിരുന്നു, അല്ല എന്ന് ഞാൻ പറയുന്നില്ല. സതീശൻ നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു. കാരണം ഇവ 3 പേര് എന്ന് പറയുമ്പോൾ നീയൊന്ന് ആലോചിക്കണം, ഈ സെൻട്രൽ കേരള ഇന്ത്യ ഒറ്റയ്ക്ക് ഭരിക്കുന്ന ആളാണ് ഒരാൾ. ആര്? KC വേണുഗോപാൽ. അദ്ദേഹം പ്രഗത്ഭനാണ്, മിടുക്കനാണ്. കേരളത്തിൽ നിന്ന് പലപ്പോഴും തട്ടുമുട്ടും ഞാൻ ഉൾപ്പെടെ കൊടുത്തിട്ടുള്ള ആളാണ്. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ അധികായനായിട്ട് ഇന്ത്യയിൽ കോൺഗ്രസ് എങ്ങനെ നയിക്കണം, എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കാനും ഉള്ള അധികാരമുള്ള അധികായനായ ഒരു നേതാവ്, ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരുപക്ഷെ ഇന്ന് 3ാമത്തെ സ്ഥാനം, പ്രസിഡൻറ്റോ അല്ലെങ്കിൽ സോണിയാജിയോ കഴിഞ്ഞ 3ാമത്തെ സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്കേറെ വില ഇന്ന് കോൺഗ്രസിനകത്ത് സെൻട്രലിലുണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ തന്നെ വളരെ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ ഒരുപാട് MLA-മാരെ സൃഷ്ടിക്കാൻ ഇവിടെ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രോബ്ലംസുകൾ പലയിടത്തും പല ആളുകളും പരസ്പരം മത്സരിക്കാൻ കോൺഗ്രസിൽ നിന്ന് തന്നെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് അവരെല്ലാം മാറ്റിക്കൊണ്ട് ഒറ്റ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി നിർത്താനുള്ള നയവും ചാതുര്യവും നേതൃഗുണവും അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അവിടെ ഇരുന്നാലും വേണുഗോപാൽ അദ്ദേഹത്തിന് അവിടെ ഇരുന്നാലും കേരളം ഭരിക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് വരുമോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം കൊച്ചു കേരളം ഇവിടെ എന്നായിരിക്കുന്നത്, ആകെ കറുകപ്പുല്ല് മാത്രമേ തിന്നാനുള്ളൂ. കേരളത്തിൽ ഇന്ത്യയിൽ എത്രയോ കരിമ്പിൻ തോട്ടങ്ങളാണുള്ളത്. ആ കരിമ്പിൻ തോട്ടങ്ങളൊക്കെ തിന്നാതിരിക്കാനുള്ള സൗകര്യമുള്ളപ്പോൾ ഈ കറുകപ്പുല്ല് തിന്നാനായിട്ട് അദ്ദേഹം ഇവിടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കഴിവിനെയൊന്നും കുറച്ച് കാണുകയില്ല. ഈ MLA-മാരിൽ മഹാഭൂരിപക്ഷവും MP-മാരിൽ മഹാഭൂരിപക്ഷവും വേണുഗോപാലിൻ്റെ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെയും ഇത്തവണ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ ശില്പി അദ്ദേഹം തന്നെയാണ്. കാരണം ഫണ്ടിങ്, പണം വലിയ ഒരു ഘടകം തന്നെയാണ്. ആത്മാർത്ഥമായിട്ട് ഇടതുപക്ഷം എന്ത് കാണിക്കുന്നു അതിൻ്റെ അപ്പുറത്ത് ഒട്ടും അണുകട വ്യത്യാസമില്ലാതെ പ്രചരണത്തിലാണെങ്കിലും പ്രകടനത്തിലാണെങ്കിലും
എല്ലാത്തിനും മണി പവർ നല്ലപോലെ കാണിച്ച് പ്രവർത്തിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇണക്കി കൊടുക്കുകയും പാർട്ടി നിലയിലും സ്വന്തം നിലയിലും ഫണ്ടിങ് കൊടുത്ത് കേരളത്തിലെ കോൺഗ്രസ്സുകാരെ ജയിപ്പിക്കാൻ ഏറ്റവും കരുത്തരായ ഒരു പ്രകടനം കാഴ്ചവെച്ച ആളാണ്. പറഞ്ഞതെന്ന് പറയാം അദ്ദേഹം. എന്നാൽ രമേശ് ചെന്നിത്തല അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രായം കൂടിയ ആൾ, ഏറെ നാൾ പ്രവർത്തന പാരമ്പര്യം പരിചയമുള്ള ആൾ, മെയ്വഴക്കമുള്ള ആൾ, എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള നയവും നയചാതുര്യമുള്ള ഒരു നേതാവ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് ആരുമായിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിച്ച ഇല്ല. എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള നയചാതുര്യം മാത്രമല്ല, സെൻട്രലിൽ വളരെ നാൾ പല മേഖലയിൽ പ്രവർത്തിച്ചും പരിചയപ്പെട്ടും ഹിന്ദിയും എല്ലാം സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ജൂനിയറായിരുന്ന ആളുകളാണെന്ന് വലിയ നേതാക്കന്മാരായി ഉയർന്നപ്പോൾ പോലും ആരുമാകാൻ സാധിക്കാതെ എല്ലാം സഹിച്ചും കൊടുത്തും മറ്റുള്ളവർക്ക് അധികാരം കൊടുക്കുമ്പോൾ അത് സഹിച്ചും നിന്ന ഒരു നേതാവാണ് രമേശ്. എന്നാൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം 5 കൊല്ലം വിരൽ ചൂണ്ടി നിന്നുകൊണ്ട് പ്രഗത്ഭമായ രീതിയിൽ പ്രതിപക്ഷ നേതാവെന്നുള്ള ആ പ്രവൃത്തി അദ്ദേഹം ചെയ്തു എന്നുള്ളത് നേരെ തന്നെയാണ്. ഇതിലാര് വേണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനോ അല്ല, നിങ്ങളോ അല്ല. ഇതിലാദ്യം തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് അവരുടെ തീരുമാനം അനുസരിച്ച് യുക്തമായ ആളുകൾ അവരെടുക്കട്ടെ. അതാരെടുത്താലും നമ്മൾ സ്വീകരിക്കാൻ ജനാധിപത്യത്തിൽ ബാധ്യസ്ഥരാണ്. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 കാര്യങ്ങളിൽ ഒന്ന് MLA രാജിവെക്കും, അവിടെ തെരഞ്ഞെടുപ്പ് വേണ്ടി വരും. MP സ്ഥാനം രാജിവെക്കേണ്ടത്, അവിടെയും ഒരു തെരഞ്ഞെടുപ്പ്. ആ 2 തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF സഖ്യമാണ് അല്ലെങ്കിൽ UDF സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചവർക്ക് ഇത് നിസ്സാരമല്ലേ? ഒരു 2 ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് വേണം, അതിന് ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും വേണം. അത് നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമല്ലേ? ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ്. പിന്നെ മാത്രമല്ല, കോൺഗ്രസ് ഇവിടെ മാത്രമാണ്, ഇതുപോലെ എത്രയോ സംസ്ഥാനങ്ങളിൽ എത്രയോ വലിയ തെരഞ്ഞെടുപ്പ് നടത്തി പാരമ്പര്യവും പരിചയവും പക്വതയും അറിവും ഉള്ള അവർക്ക് ഇത് വെറും നിസ്സാര കാര്യമാണ്. അതൊക്കെ പിന്നെ പൊളിറ്റിക്സാണ്. അതൊക്കെ അങ്ങനെ ഇവിടെ പലതും നടന്നിട്ടുണ്ടല്ലോ. അതൊക്കെ നടക്കാം, നടക്കാതിരിക്കാം. അതൊക്കെ എല്ലാം രാഷ്ട്രീയക്കാർക്ക് വിടുക. അത് രാഷ്ട്രീയ തീരുമാനമാണ്. അത് ഞാൻ അല്ലല്ലോ പറയേണ്ടത്. പറഞ്ഞപ്പോൾ പഠനം നടത്തിക്കൊണ്ടിരിക്കില്ലേ? പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നവർ പഠിച്ച് അവരുടെ അഭിപ്രായം പറയട്ടെ, എന്നിട്ട് ഞാൻ പറയാം.